ക്വസ്റ്റ്യൻ ആണ്, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു റെക്ടാങ്കുലർ ഷീറ്റ് ഓഫ് പേപ്പേഴ്സ് ഉണ്ട്. ഇത്രയും പോകുന്ന ഒരു ഷീറ്റ് ഉണ്ട്. അതിന്റെ ഉള്ളിൽ എന്തുണ്ട്? 2 സ്ക്വയേഴ്സ് ഉണ്ട്. ഇതൊരു സ്ക്വയർ, ഇത് വേറൊരു സ്ക്വയർ. ക്ലിയർ ആണോ? അതാണ് പിക്ചർ. ദ ഏരിയ ഓഫ് റിമൈനിങ് പാർട്ട് ഈസ് 27. അതായത് ഈ എൻഡത്തെ ഈ പാർട്ട് 27 ആണെന്ന് തന്നിട്ടുണ്ട്. ഈ എൻഡിലുള്ള ഈ റെക്ടാങ്കിൾ ഇല്ലേ, ഇത് മുതൽ തുടങ്ങുന്ന ഈ റെക്ടാങ്കിൾ, ഇവിടുന്ന് ഇത്ര പോകുന്ന ഈ റെക്ടാങ്കിൾ ഇല്ലേ, ഇതിന്റെ ഏരിയ 27 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ അവിടെ മാർക്ക് ചെയ്തോളൂ. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, എക്സാമിന് ചോദിക്കുന്ന വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്ക്വയറിന്റെ ഒരു സൈഡ് നമുക്ക് അറിയൂല, നമ്മൾ അതിന് എന്തെടുക്കുക? എക്സ്. സോ ഇവിടെ എക്സ് ആണെങ്കിൽ ഇത് എത്രയാണ്? എക്സ്. ഇത് എത്രയാണ്? എക്സ്. ഇത് എത്രയാണ്? എക്സ്. ഇത് എത്രയാണ്? എക്സ്. ഇത് എത്രയാണ്? ഇത് എത്രയാണ്? എക്സ്. അതെന്താ എല്ലാതും എക്സ് ആയത്? 2 സ്ക്വയർ ആണ്. ഇതൊരു സ്ക്വയർ, ഇത് മറ്റേ സ്ക്വയർ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇത് ടോട്ടലി 15 ആണ്. ഇത് എക്സ് ആണെന്ന് മനസ്സിലായി. ഇവിടെ എക്സ് തന്നെ കരം, ഇവിടെ എക്സ് ആണ്, ഇവിടെ എക്സ് തന്നെ കരം. മനസ്സിലായില്ല? ഇത് എക്സ് ആണെങ്കിൽ ഇവിടെയും എക്സ് തന്നെ ആയിരിക്കും. ഇത് ടോട്ടലി 15 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് മുതൽ ഇത് വരെയുള്ള ലെങ്ത് എത്രയാണ്? 50 മൈനസ് 2x. ഇവിടെ എക്സും പോയി, ഇവിടെ എക്സും പോയി. അപ്പൊ ഇത് വരെ എത്രയാണ്? 50 മൈനസ് 2x. സോ ഇനി നിങ്ങൾക്ക് ചെയ്യാനറിയാം, എല്ലാ ആളുകളും ഒപ്പം ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യാനറിയാം ഇതിന്റെ ഏരിയ എങ്ങനെ കാണുക? ഈ റെക്ടാങ്കിളിന്റെ ഏരിയ ഇവിടെ അല്ല, ഈ റെക്ടാങ്കിളിന്റെ ഏരിയ എങ്ങനെ കാണുക? 2 സൈഡുകൾ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ. എക്സും 50 മൈനസ് 2x കൂടി മൾട്ടിപ്ലൈ ചെയ്ത ഏരിയ എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? ഏരിയ എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 27. അതായത് ഒരു റെക്ടാങ്കിളിന്റെ 2 സൈഡുകൾ മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക? ഏരിയ കിട്ടുക. മനസ്സിലായില്ലല്ലോ? മനസ്സിലാവൂല, കാരണം ഒന്നുമില്ല. ഇതൊരു സൈഡ്, ഇത് മറ്റേ സൈഡ്, ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താണ് ഇതിന്റെ ഏരിയ 27 കിട്ടിയത് എന്ന്. ഒരു റെക്ടാങ്കിളിന്റെ 2 സൈഡുകൾ മൾട്ടിപ്ലൈ ചെയ്താലാണ് അതിന്റെ ഏരിയ കിട്ടുക. ഒരു റെക്ടാങ്കിളിന്റെ 2 സൈഡുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഏരിയ കിട്ടുക. സോ നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും അറിയാം എക്സ് ഇൻറ്റു 15 എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുതിക്കോളൂ, 15x. എക്സ് ഇൻറ്റു 2x, എക്സ് ഇൻറ്റു 2x, എക്സ് ഇൻറ്റു 2x, 2x സ്ക്വയർ. എക്സ് ഇൻറ്റു 2x എന്ന് പറഞ്ഞാൽ 2x സ്ക്വയർ. എക്സ് ഇൻറ്റു 2x എന്ന് പറഞ്ഞാൽ എന്താണ്? 2x സ്ക്വയർ ഈക്വൽ ടു 27. ഈ ലൈന് മനസ്സിലായോ? അതായത് ജസ്റ്റ് ഉള്ളിലേക്ക് മൾട്ടിപ്പിൾ ചെയ്തു. നിങ്ങൾക്കറിയാം ഏതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എഴുതുന്ന സമയത്തും ആദ്യം എഴുതേണ്ട ടേം എക്സ് സ്ക്വയറിന്റെ ടേം ആണ്. സോ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുന്നുണ്ട്. ആദ്യം 2x സ്ക്വയർ എഴുതി, രണ്ടാമത് പ്ലസ് 15x എഴുതി. ഈ പ്ലസ് 27 ഇങ്ങോട്ട് വന്നാൽ എന്താവും? മൈനസ് 27 ഈക്വൽ ടു 0. മനസ്സിലായോ? ഒന്നുകൂടി പറഞ്ഞുതരാം. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനില് എപ്പോഴും എക്സ് സ്ക്വയറിന്റെ ടേം ആണ് ആദ്യം എഴുതേണ്ടത്, എക്സിന്റെ ടേം ആണ് അപ്പുറത്ത് എഴുതേണ്ടത്. പക്ഷെ ഇവിടെ എന്താ സിമ്പിള് മാറാതിരുന്നത്? ഈ 2x സ്ക്വയർ ഇങ്ങോട്ട് വന്നിട്ട് എന്താ സിമ്പിള് മാറാതിരുന്നത്? സിമ്പിള് മാറണമെങ്കിൽ ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ പോണം. വെറുതെ ഈക്വൽ ടുവിന്റെ ഈ 2 സൈഡിലുള്ള 2 ആൾക്കാർ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറണതിന് സിമ്പിള് മാറൂല. മനസ്സിലായോ? എന്ന് പറഞ്ഞാലേ 3 പ്ലസ് 2നെ 2 പ്ലസ് 3 എഴുതിയാലേ ഈ പ്ലസ് 2 ആദ്യം എഴുതിയ -2 ആവുമോ? ഈ +3 രണ്ടാമത് എഴുതിയ -3 ആവുമോ? ഈക്വൽ ടുവിന്റെ ആ സൈഡിൽ തന്നെ എഴുതുമ്പോ ആ സിമ്പിൾ തന്നെ എഴുതുകയാണ് ചെയ്യാണ്. -2x സ്ക്വയർ അതേപോലെ എഴുതി, 15x രണ്ടാമത് എഴുതി. എങ്ങനെയാണത് -27 ആയത്? എങ്ങനെയാണത് -27 ആയത്?
പോസിറ്റീവ് ആയ ഒരു സാധനം ഈക്വൽ ടുവിന്റെ മറ്റേ സൈഡിലേക്ക് വരുമ്പോൾ അത് മൈനസ് ആവും. ക്ലിയർ ആണോ? സ്റ്റാർട്ടിങ്ങിൽ മൈനസ് വന്നാൽ എന്ത് ചെയ്യണം? സ്റ്റാർട്ടിങ്ങിൽ മൈനസ് വന്നാൽ എന്ത്? ഫുൾ സിമ്പല് മാറ്റണം. മൈനസ് 2x² എന്താവും? പ്ലസ് 2x² ആവും. ക്ലിയർ ആണോ? പ്ലസ് 15x എന്താവും? മൈനസ് 15x ആവും. മൈനസ് 27 എന്താവും? മൈനസ് 27 എന്താവും? പറടാ. പ്ലസ് 27 ആവും. പ്ലസ് 27 ആവും. പ്ലസ് 27 ആവും. ഈക്വൽ ടു 0. ഇപ്പൊ കിട്ടിയത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇതിൽ എല്ലാ ടേമിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? നേരത്തെ ക്വസ്റ്റ്യനിൽ എല്ലാ ടേമിനും നിങ്ങൾ കിട്ടിയ ഉടനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇതിലെങ്ങനെ പറ്റുമോ? എന്തുകൊണ്ട് പറ്റില്ല? 15 2 കൊണ്ട് കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 27 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. കറക്റ്റ്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ എ എടുക്കേണ്ടത് എന്താണ്? വാട്ട് ഈസ് എ? 2. വാട്ട് ഈസ് ബി? മൈനസ് 15. വാട്ട് ഈസ് സി? 27. ഇനി നിന്റെ കുട്ടികൾക്ക് എല്ലാ ആൾക്കാർക്കും അറിയാം ഒരു ഇക്വേഷൻ. ഏതാണ് ഇക്വേഷൻ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. വാട്ട് ഈസ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? എക്സ് is equal to മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac by 2a. എനി ഡൗട്ട്? ഇതിൽ എ എത്രയാണ്? വെറുതെ ഒന്നുകൂടി പറഞ്ഞ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. എ എത്രയാണ്? -2 ആണോ 2 ആണോ? A2 അല്ലേ? എങ്ങനെ -2 ആയത്? A2 അടുത്ത പേജ് പോകുമ്പോ മൈനസ് ആവുമോ? ഇല്ല. ബി എത്രയാണ്? ബി എത്രയാണ്? -15. ബി എന്ന് പറയുന്നത് -15 ആണ്. വാട്ട് ഈസ് സി? 27 ആണ്. ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടും. നിങ്ങളൊന്ന് കൊടുത്തു നോക്കി നോക്കുക. നിങ്ങൾ വേഗം ഒന്ന് കൊടുത്തു നോക്കി നോക്കൂ. ഈക്വൽ ടു മൈനസ് ബി എന്ന സ്ഥലത്ത് എന്താ എഴുതണ്ട്? മൈനസ് ബി എന്ന സ്ഥലത്ത് എന്താ എഴുതണ്ട്? അത് ഞാൻ വെറുതെ ഇവിടെ ഒരു മൈനസ് ഇട്ടു. ഇവിടെ ബി എന്ന് പറഞ്ഞാൽ -15 ആണ്. അത് രണ്ടും കൂടി പ്ലസ് ആവുന്നില്ല ബോധം എല്ലാ ആളുകൾക്കും ഉണ്ടാവും. ഉണ്ടാവൂലേ? ഇല്ലെങ്കിൽ വേണ്ട. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 15ന്റെ സ്ക്വയർ. എത്രയാണ് 15ന്റെ സ്ക്വയർ? എത്രയാണ്? 225. 15ന്റെ സ്ക്വയർ 225 മൈനസ് 4 ഇൻറ്റു വാട്ട് ഈസ് എ? വാട്ട് ഈസ് എ? 2 ഇൻറ്റു സി 27 ബൈ 2a എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ തെറ്റിക്കാൻ സാധ്യത ഉണ്ട്. എല്ലാത്തിലും 2 into 1 എന്ന് എഴുതിയിട്ട് ആ ഒരു ഫ്ലോയില് 2 into 1 എന്ന് എഴുതാൻ സാധ്യത ഉണ്ട്. 2 into 2 എന്നാണ് എഴുതേണ്ടത്. മനസ്സിലായില്ലേ? 2 into a. സോ രണ്ട് മൈനസുകൾ അടുത്ത് വന്നാൽ അത് പ്ലസ് ആവും. 15 പ്ലസ് ഓർ മൈനസ് 225 അതുപോലെ എഴുതുക. 4 into 2 8 അല്ലേ? അല്ലടാ. 8 into 27 എത്രയാണ്? സൈഡിലൊന്ന് മൾട്ടിപ്ലൈ നോക്ക്. 216. ഇങ്ങനെ കാര്യം 8 into 27 ചെയ്താൽ എത്ര കിട്ടുക? 216 അല്ലെ? 216 ബൈ അവിടെ മൈനസ് അല്ലേ? ബൈ 2 into 2 4. ക്ലിയർ ആണോ? ദെൻ 15 പ്ലസ് ഓർ മൈനസ് 225 216 കുറച്ച് എത്രയാണ്? 225 216 കുറച്ച് എത്രയാണ്? 9 അല്ലേ? 9/4. ക്ലിയർ ആണോ? ദെൻ നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും അറിയാം 15 പ്ലസ് ഓർ മൈനസ് 9ന്റെ റൂട്ട് എത്രയാണ്? റൂട്ട് 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3 ആണ് അല്ലെ? ഏത് രണ്ട് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്താലാണ് 9 കിട്ടുക എന്നാണ് മീനിങ്. 3 ആണ് ബൈ 4. ഇത് പ്ലസ് വെച്ചിട്ടും ചെയ്യണം മൈനസ് വെച്ചിട്ടും ചെയ്യണം. എക്സ് is equal to 15 പ്ലസ് 3/4 എന്ന് ചെയ്യണം. മറ്റേത് എന്താ ചെയ്യേണ്ടത്? 15 മൈനസ് 3/4 എന്നും ചെയ്യണം. എന്ന് പറഞ്ഞാൽ പ്ലസ് വെച്ചിട്ടും ചെയ്യണം മൈനസ് വെച്ചിട്ടും ചെയ്യണം. സോ ആൻസർ എന്താ വരിക? 15 പ്ലസ് 3 18/4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 9/2. 9/2 കിട്ടിയതെന്ന് കൈ നോക്കിക്ക. അല്ലെങ്കിൽ
18/4 കിട്ടിയാല്. ഇനി അഥവാ നിങ്ങൾക്ക് 18/4 എഴുതിയാലും എക്സാമിന് മാർക്ക് കിട്ടുണ്ടോ എന്ന് പറഞ്ഞാല് കറക്റ്റ് ഉത്തരങ്ങൾ തന്നെ വരണം എന്നില്ല, അങ്ങനെ ഫ്രാക്ഷൻസും വരാന്ന്. രണ്ടാമത്തെ മെഷർ പറഞ്ഞ പറയണ 12/4. വാട്ട് ഈസ് 12/4? 3. അപ്പൊ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും, ഇതിലേതാണ് ഇതിലെ ആൻസർ. നിങ്ങൾക്ക് രണ്ട് മെഷർ കിട്ടി, എക്സ് ഇസ് ഈക്വൽ ടു 9/2 കിട്ടി, എക്സ് ഇസ് ഈക്വൽ ടു 3 കിട്ടി. എക്സാമിന് ഏത് ആൻസർ എടുത്തിട്ടാണ് എഴുതേണ്ടത്? 3 മാത്രമാണ് എഴുതിയെങ്കിൽ പകുതി മാർക്ക് കിട്ടും. രണ്ട് ആൻസർ കൊടുത്ത് എഴുതണം, കാരണം രണ്ടും നമ്പേഴ്സ് ആണ്, രണ്ടും പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. ഏത് വെച്ച് ചെയ്താലും എക്സാമിന് ആൻസർ രണ്ട് ടൈപ്പ് ഇതുണ്ടാവും, രണ്ട് ടൈപ്പ് ഉണ്ടാവും. സോ നിങ്ങൾ ഈ രണ്ട് ആൻസറും എഴുതണം. സോ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്.